ഹലോ ഫ്രണ്ട്സ്, ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ പക്കോടയോ മീൻ ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ വടയോ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം പലർക്കും ഉണ്ടാകും. ഭക്ഷണം നല്ലപോലെ ക്രിസ്പിയാകില്ല. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയും കുടിച്ചെടുക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എണ്ണ ലാഭിക്കാനും അതേസമയം ഭക്ഷണം കൂടുതൽ ക്രിസ്പിയും രുചികരവുമായി കിട്ടാനും സഹായിക്കുന്ന 7 എളുപ്പമുള്ള കിച്ചൺ ടിപ്സാണ്. വീഡിയോ അവസാനം വരെ കണ്ടാൽ അടുത്ത തവണ നിങ്ങൾ വറുക്കുന്ന ഭക്ഷണത്തിൽ തന്നെ വ്യത്യാസം കാണാം. ടിപ്പ് 1. എണ്ണ ശരിയായ ചൂടിലെത്തിയോ എന്ന് ഉറപ്പാക്കുക. എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണമിട്ടാൽ അത് എണ്ണ മുഴുവൻ കുടിച്ചെടുക്കും. അതുപോലെ എണ്ണ അമിതമായി ചൂടായാൽ പുറംഭാഗം മാത്രം കരിഞ്ഞ് ഉള്ളിൽ വേവാതെ പോകാനും സാധ്യതയുണ്ട്. ശരിയായ ചൂടാണോ എന്നറിയാൻ ഒരു ചെറിയ മാവിന്റെ തുള്ളിയോ ബ്രെഡിന്റെ കഷ്ണമോ ഇട്ട് നോക്കൂ. അത് പതുക്കെ പൊങ്ങി ബബിൾസ് വരാൻ തുടങ്ങിയാൽ എണ്ണ റെഡിയാണ്. ഈ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ എണ്ണയുടെ ഉപയോഗം കുറയും. ടിപ്പ് 2. വറുക്കുന്നതിന് മുമ്പ് വെള്ളം നന്നായി തുടയ്ക്കുക. മീൻ, ചിക്കൻ, ഉരുളക്കിഴങ്ങ് എന്നിവ കഴുകിയ ഉടനെ എണ്ണയിലിടരുത്. വെള്ളമുള്ളതിനാൽ എണ്ണ ചിതറുകയും ഭക്ഷണം കൂടുതൽ എണ്ണ വലിച്ചെടുക്കുകയും ചെയ്യും. ഒരു കിച്ചൺ ടവൽ ഉപയോഗിച്ച് വെള്ളം നന്നായി തുടച്ച ശേഷം മാത്രം വറുക്കുക. ഇത് സുരക്ഷയ്ക്കും നല്ലതാണ്. ടിപ്പ് 3. പാൻ നിറയെ ഭക്ഷണം ഒരുമിച്ചിടരുത്. പലരും സമയം ലാഭിക്കാൻ ഒരുമിച്ച് എല്ലാം എണ്ണയിലിടും. പക്ഷെ അപ്പോൾ എണ്ണയുടെ ചൂട് പെട്ടെന്ന് കുറയും. ഫലം, ഭക്ഷണം ക്രിസ്പിയാകില്ല, കൂടുതൽ എണ്ണ കുടിക്കും. ചെറിയ ചെറിയ ബാച്ചുകളായി വറുത്താൽ എണ്ണയും ലാഭിക്കാം, രുചിയും കൂടും. ടിപ്പ് 4. റൈസ് ഫ്ലോർ അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കുക. പക്കോട, ചിക്കൻ ഫ്രൈ, കോളിഫ്ലവർ ഫ്രൈ, ഫിഷ് ഫ്രൈ എന്നിവയ്ക്ക് മസാലയിൽ 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്താൽ പുറംഭാഗം നല്ല ക്രിസ്പിയാകും. പക്ഷെ അധികം ചേർക്കരുത്. ശരിയായ അളവിൽ ചേർത്താൽ മാത്രം നല്ല ടെക്സ്ചർ കിട്ടും. ഇത് ഹോട്ടലുകളിൽ പോലും ഉപയോഗിക്കുന്ന ഒരു ചെറിയ ടിപ്പാണ്. ടിപ്പ് 5. ഒരേ എണ്ണ പലതവണ ചൂടാക്കരുത്. ഒരേ എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ല ശീലമല്ല. അങ്ങനെ ചെയ്താൽ എണ്ണയുടെ ഗുണനിലവാരം കുറയുകയും രുചിയും മാറുകയും ചെയ്യും. വറുത്ത ശേഷം എണ്ണ തണുത്താൽ അരിച്ചെടുത്ത് ഒരു പ്രാവശ്യം സമാനമായ ആവശ്യത്തിന് ഉപയോഗിക്കാം. എന്നാൽ വീണ്ടും വീണ്ടും ഉയർന്ന ചൂടിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ടിപ്പ് 6. വറുത്ത ഭക്ഷണം ശരിയായ രീതിയിൽ വെക്കുക. വറുത്ത ഉടനെ അടച്ച പാത്രത്തിലോ മൂടിയിലോ വെച്ചാൽ ആവി പിടിച്ച് ക്രിസ്പിനെസ് നഷ്ടമാകും. സാധ്യമെങ്കിൽ ഒരു വയർ റാക്കിലോ വായു സഞ്ചരിക്കുന്ന പാത്രത്തിലോ 2 മിനിറ്റ് വെച്ച ശേഷം വിളമ്പുക. അപ്പോൾ കൂടുതൽ സമയം ക്രിസ്പിയായി തുടരും. ടിപ്പ് 7. ശരിയായ പാത്രം തിരഞ്ഞെടുക്കുക. ചെറിയ അളവിലുള്ള ഭക്ഷണത്തിന് വലിയ പാത്രത്തിൽ ഒരുപാട് എണ്ണ ഒഴിക്കുന്നത് ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം എണ്ണ ഉപയോഗിക്കാവുന്ന വലുപ്പമുള്ള കടായിയോ ഫ്രൈ പാനോ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്താൽ ഓരോ തവണയും എണ്ണ ലാഭിക്കാനും ഒരേ ചൂട് നിലനിർത്താനും കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറഞ്ഞ 7 കിച്ചൺ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ടിപ്പുകൾ പിന്തുടർന്നാൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും വറുത്ത ഭക്ഷണം കൂടുതൽ ക്രിസ്പിയും രുചികരവുമാക്കാനും സഹായിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണ്? കമന്റിൽ എഴുതാൻ മറക്കല്ലേ. ഇത്തരം ഉപകാരപ്രദമായ കിച്ചൺ ടിപ്സ്, കുക്കിംഗ് ടിപ്സ്, ഹോം ഹാക്സ് എന്നിവ ദിവസവും അറിയാൻ ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കോൺ അമർത്തുകയും ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.